നിങ്ങൾ അറിഞ്ഞോ? വർഗീയ സംഘർഷങ്ങളും വംശീയ കൊലപാതകങ്ങളും ആഭ്യന്തര പ്രതിസന്ധികളും നൃത്തം ചെയ്യുന്ന നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിനാണ് ഇത്തവണ കൺട്രി ഓഫ് ഇയർ പുരസ്കാരം നൽകി ആദരിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് മാഗസീനായ ദ എക്കണോമിസ്റ്റ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു അംഗീകാരം ബംഗ്ലാദേശിന് നൽകിയത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നേയില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് പാശ്ചാത്യ ശക്തികളാണ്. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് വേഗതയിൽ വളരുന്ന ഇന്ത്യയെ അവാർഡിന് പരിഗണിക്കുക പോലും ചെയ്യാതെ ആ അംഗീകാരം ബംഗ്ലാദേശിന് നൽകിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യ വിരുദ്ധത തന്നെയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ സുവ്യക്തമാണ്. എന്താണ് ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട്? എന്തായാലും കമന്റിൽ കുറിക്കൂ. നമുക്ക് വിശദമായി തന്നെ കാര്യങ്ങൾ നോക്കാം. അടുത്ത കാലത്തായി അന്തർദേശീയ തലത്തിൽ പോലും വലിയ വാർത്തയായ വിഷയമായിരുന്നു ബംഗ്ലാദേശിലെ രാഷ്ട്രീയ അസ്ഥിരത. ബംഗ്ലാദേശിലെ പരിതസ്ഥിതികൾ മറച്ചുവെച്ച് യൂനസ് ഭരണകൂടത്തെ വെളുപ്പിക്കാനുള്ള ദ എക്കണോമിസ്റ്റിന്റെ തീവ്ര ശ്രമങ്ങളിൽ കടുത്ത വിമർശനങ്ങളാണ് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി യൂനസ് അധികാരത്തിലെത്തിയത് ശരിയാണെന്ന് കാണിക്കാനുള്ള പാശ്ചാത്യ ശക്തികളുടെ ഗൂഢാലോചനയുടെ ഫലങ്ങളാണ് ഇപ്പോൾ കാണുന്നതൊക്കെ തന്നെ. ദ എക്കണോമിസ്റ്റിന്റെ ഈ അംഗീകാരം കൊണ്ടൊന്നും തന്നെ ബംഗ്ലാദേശ് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് എല്ലാ കാര്യങ്ങളിലും വെള്ളപൂശി ലോകത്തിന് മുന്നിൽ അഭിമാനപൂർവ്വം അവതരിപ്പിക്കണമെന്ന പാശ്ചാത്യ ശക്തികളുടെ അജണ്ടയുടെ ഭാഗമാണ് അതൊക്കെ. ഇതൊക്കെ നടത്തിയിട്ടും എന്തെങ്കിലും കാര്യമുണ്ടാകുമെങ്കിൽ വേണ്ടിയിരുന്നില്ല. എന്തൊക്കെയാണ് സംഭവിച്ചത്, എവിടെയാണ് തെറ്റിയത് എന്ന് മനസ്സിലാക്കി രാജ്യത്തെ വീണ്ടും പുതുക്കി പണിതില്ലെങ്കിൽ ക്ഷാമവും ദാരിദ്ര്യവും വീണ്ടും ബംഗ്ലാദേശിലെ സ്ഥിരം സന്ദർശകരാകും. ഒരിക്കൽ ഷെയ്ഖ് ഹസീന തുടച്ചു നീക്കാൻ പ്രതിജ്ഞ ചെയ്ത സാമ്പത്തിക മുന്നേറ്റം നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ഇന്നത്തെ ഭരണകൂടത്തിനുണ്ട്. അവാർഡ് സ്വന്തമാക്കി അതിൽ നിന്ന് മുക്തരാകാൻ അവർക്ക് ആർക്കും കഴിയില്ല. മുഹമ്മദ് യൂനസ് ഭരണകൂടത്തിന്റെ പിഴവുകൾ മറച്ചുവെക്കാനുള്ള സാഹചര്യമാണ് ദ എക്കണോമിസ്റ്റ് ഇപ്പോൾ ഒരുക്കി വെക്കുന്നതെന്ന് പറയാതെ വയ്യ. പുതിയ ലിബറൽ ഗവൺമെന്റിന് കീഴിൽ രാഷ്ട്രീയ പ്രതിസന്ധികളെ മറികടന്ന് സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം പ്രസ്താവനകൾ ഭരണകൂടത്തിന് സ്വേച്ഛാധിപത്യ സ്വഭാവം കൈവരിക്കാനുള്ള വഴികൾ സുഗമമാക്കുകയാണ് ചെയ്യുന്നത്. കാര്യം വിവാദമായതോടെ എന്തുകൊണ്ട് ബംഗ്ലാദേശിനെ തെരഞ്ഞെടുത്തു എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു. ബംഗ്ലാദേശ് ഏറ്റവും മികച്ച, സമ്പന്നവും സന്തോഷവും നിറഞ്ഞ രാജ്യമാണ് എന്നല്ല ഞങ്ങൾ അഭിപ്രായപ്പെട്ടത്. മറിച്ച് കഴിഞ്ഞ 12 മാസത്തിനിടയിൽ മികച്ച സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കിയ രാഷ്ട്രമെന്ന നിലയിലാണ് ഈ ബഹുമതി നൽകിയത് എന്നാണ് ദ എക്കണോമിസ്റ്റിന്റെ ന്യായീകരണം. ഇക്കണോമിസ്റ്റിന്റെ തീരുമാനം രാജ്യത്തെ രാഷ്ട്രീയ പ്രക്ഷോഭത്തെയും സ്വേച്ഛാധിപത്യ ഭരണത്തെയും ഒപ്പം ജനാധിപത്യ ഗവൺമെന്റിന്റെ അട്ടിമറിച്ചതിനെയും പരോക്ഷമായി പിന്തുണയ്ക്കുന്നതാണ് എന്ന വിമർശനത്തിനും പാത്രമായിട്ടുണ്ട്. സമീപകാലത്തെ ഭരണമാറ്റം ഉദാരവൽക്കരണത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന ഒരു തെറ്റായ അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കണോമിസ്റ്റിന്റെ കൺട്രി ഓഫ് ദ ഇയറായി ബംഗ്ലാദേശിനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം. ബംഗ്ലാദേശിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നൊന്ന് പറയാം. രാജ്യത്തെ ഉന്നത സ്ഥാപനമായ ധാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ജൂലൈ 1-നാണ് രാജ്യത്ത് പ്രതിഷേധങ്ങൾ ആരംഭിക്കുന്നത്. അവ പിന്നീട് മറ്റ് സർവകലാശാലകളിലേക്കും വ്യാപിച്ചു. ഭരണകക്ഷിയുടെ ക്വാട്ട അനുകൂല വിദ്യാർത്ഥി വിഭാഗത്തിലെ അംഗങ്ങൾ അവാമി ലീഗ് പ്രതിഷേധക്കാരെ ആക്രമിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രതിഷേധം അക്രമാസക്തമായി തുടങ്ങുന്നത്. പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ തീവ്രവാദ വിരുദ്ധ യൂണിറ്റ് ഉൾപ്പെടെ പോലീസിനെയും അർദ്ധസൈനികരെയും തെരുവിലിറക്കിയതിനു പുറമെ സ്കൂളുകളും കോളേജുകളും സർക്കാർ പൂട്ടിയിടേണ്ട ഒരവസ്ഥയിലേക്കെത്തി. തെറ്റായ വാർത്തകൾ പടരുന്നത് തടയുന്നതിനും പൗരന്മാരെ സംരക്ഷിക്കുന്നതിനുമായി ഇന്റർനെറ്റ് കണക്ടിവിറ്റി മന്ദഗതിയിലാക്കിയിരുന്നതായി ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തു. പ്രതിഷേധക്കാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി സംഘടിക്കുന്നതും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും തടയാനായിരുന്നു ഈ നീക്കങ്ങളൊക്കെ നടത്തിയത്. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് റബ്ബർ ബുള്ളറ്റുകളും ശബ്ദ ഗ്രനേഡുകളും കണ്ണീർ വാതകവും പ്രയോഗിക്കേണ്ട ഗതിയിലെത്തി. കാര്യങ്ങൾ കൈവിട്ടു തുടങ്ങുന്നത് അപ്പോഴാണ്. പിന്നീട് ബംഗ്ലാദേശിന്റെ തെരുവുകളെ ജനരോഷം പ്രകമ്പനം കൊള്ളിച്ചു. തൊഴിൽ സംവരണം റദ്ദാക്കി സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചുവെങ്കിലും വിദ്യാർത്ഥി പ്രക്ഷോഭം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി അപ്പോഴേക്കും രൂപാന്തരപ്പെട്ടിരുന്നു. 600-ലേറെ പേരാണ് ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടത്. പ്രക്ഷോഭകർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇടിച്ചു കയറുമെന്ന ഘട്ടത്തിൽ ഓഗസ്റ്റ് 5-ന് രാജ്യം വിട്ട ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് അഭയം തേടിയത്. 17 കോടി ജനസംഖ്യയുള്ള ഒരു രാജ്യത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഏഷ്യ പസഫിക്കിലെ അതിവേഗ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് വഴി നടത്തിയ കരുത്തുറ്റ വനിതയാണ് ഷെയ്ഖ് ഹസീന എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും അപ്പോഴും ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുമെന്നാണ് കരുതിയിരുന്നെങ്കിലും നോബൽ ജേതാവ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ വേണമെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി കൂട്ടായ്മ ആവശ്യപ്പെട്ടു. തുടർന്ന് യൂനസ് നയിക്കുന്ന കാവൽ സർക്കാർ നിലവിൽ വരികയാണ്. സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടത്തി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന സർക്കാരിന് ഭരണം കൈമാറുകയാണ് തങ്ങളുടെ ദൗത്യമെന്നാണ് അന്ന് യൂനസ് പ്രഖ്യാപിച്ചിരുന്നത്. 4 മാസത്തെ ഭരണത്തിൽ ബംഗ്ലാദേശിന്റെ സാമ്പത്തികാവസ്ഥയിൽ പുരോഗതി ഉണ്ടെന്നാണ് കാവൽ സർക്കാർ
അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിദേശ നാണ്യ ശേഖരം വർദ്ധിച്ചുവെന്നും ഒക്ടോബറിലെ കയറ്റുമതി വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20% വളർച്ചയുണ്ടെന്നും സർക്കാർ പറയുന്നു. എന്നാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് വരും വർഷം ബംഗ്ലാദേശിനെ കാത്തിരിക്കുന്നത് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം. ഓഗസ്റ്റിനു ശേഷം 10 ലക്ഷത്തോളം പേരാണ് തൊഴിൽ രഹിതരായത്. ഒട്ടേറെ കച്ചവട സ്ഥാപനങ്ങളും വ്യവസായങ്ങളും പൂട്ടിക്കെട്ടേണ്ടി വന്നു. ബംഗ്ലാദേശ് സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ തുണിത്തര വ്യവസായ മേഖലയാണ് തകർച്ച ഏറ്റവും കൂടുതൽ ബാധിച്ചത്. പണപ്പെരുപ്പം, സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച, ദാരിദ്ര്യം എന്നിവ വരും വർഷങ്ങളിൽ ബംഗ്ലാദേശിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അടുത്ത 2 വർഷത്തിൽ രാജ്യത്തിന്റെ പണപ്പെരുപ്പം 33% സമ്പദ് വ്യവസ്ഥ 16.3% ഇടിയുമെന്നും ദാരിദ്ര്യവും അസമത്വവും 13.6% വർദ്ധിക്കുമെന്നും സെന്റർ ഫോർ പോളിസി ഡയലോഗ് അതായത് CPD നടത്തിയ സർവേയിൽ വ്യക്തമാക്കുന്നുമുണ്ട്. അവിടെയാണ് വലിയ അംഗീകാരം നൽകി പാശ്ചാത്യ ശക്തികൾ ബംഗ്ലാദേശിനെ ആദരിക്കുന്നത് എന്നോർക്കണം. 1996 ഷെയ്ഖ് ഹസീന ആദ്യമായി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. ജൂൺ 12 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് അവാമി ലീഗ് ഭൂരിപക്ഷം നേടിയതോടെ ജൂൺ 23 അവർ ആദ്യമായി പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുകയായിരുന്നു. ആദ്യത്തെ ടേമിൽ 2002 ജൂലൈയിൽ വരെയാണ് അവർ അധികാരത്തിലിരുന്നത്. ഒട്ടേറെ ഭരണ പരിഷ്കാരങ്ങൾക്ക് ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചു. ഗംഗാജലം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി കരാർ ഒപ്പുവെക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്. രാജ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ വ്യവസായം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു. 1997 ഡിസംബറിൽ ഹസീനയുടെ സർക്കാർ ചിറ്റാഗോങ് ഹിൽ ട്രോക്സ് സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇതോടെ ചിറ്റാഗോങ് ഡിവിഷനിലെ കലാപത്തിന് അറുതിയായി. പിന്നാലെ അവർ യുനെസ്കോ സമാധാന സമ്മാനവും ലഭിച്ചു. ഇക്കാലത്ത് അയൽ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെട്ടു. 1999 സർക്കാർ സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന പുതിയ വ്യവസായ നയം ആരംഭിച്ചു. വിവിധ മേഖലകളിൽ നടത്തിയ പരിഷ്കാരങ്ങളുടെ ഫലമായി രാജ്യത്തിന് GDP വളർച്ച കൈവരിക്കാനായി. ഭക്ഷ്യധാന്യ ഉൽപാദനം 19 ദശലക്ഷം ടണ്ണിൽ നിന്ന് 26.5 ദശലക്ഷം ടണ്ണായി ഉയർന്നു വന്നു. ഇതോടെ ദാരിദ്ര്യ നിരക്കിൽ വലിയ കുറവ് ബംഗ്ലാദേശിൽ ഉണ്ടായി എന്നത് സത്യമാണ്. അപ്പോഴാണ് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിൽ കൊണ്ട് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതോടെ ബംഗ്ലാദേശിൽ രാഷ്ട്രീയ പ്രക്ഷുബ്ധാവസ്ഥയും ആഗതമായി. ബംഗ്ലാദേശ് ഇന്ന് ലിബറൽ വികസന ആശയത്തിൽ നിന്ന് ഏറെ അകലെയാണുള്ളത്. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സൂചകങ്ങളും ആശങ്കാജനകമാണ്. രാജ്യത്തെ കയറ്റുമതി കുറയുകയും പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുമുണ്ട്. ഒപ്പം ആകെ ജനസംഖ്യയുടെ 4/1 പട്ടിണിയിലാണ് ഇന്ന് കഴിയുന്നതും. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണോ അവർ ഈ അംഗീകാരം നൽകി യുനെസ് ഭരണകൂടത്തെ സന്തോഷിപ്പിച്ചത് എന്നാണ് തോന്നുന്നത്. സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾ വേറെയുമുണ്ട് കിടക്കുന്നു. ഭരണമാറ്റത്തിന്റെ അനന്തരഫലങ്ങളിൽ ഏറ്റവും ഭയാനകമായ ഒന്ന് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു എന്നതാണ്. ക്ഷേത്രങ്ങൾക്കു നേരെയുള്ള ആക്രമണങ്ങൾ, ബലാത്സംഗങ്ങൾ, നിർബന്ധിത മതപരിവർത്തനം, മറ്റു തരത്തിലുള്ള പീഡനങ്ങൾ എന്നിവ അസ്വസ്ഥാജനകമാം വിധം സാധാരണമായിരിക്കുന്നു. ഹിന്ദു, ബുദ്ധിസ്റ്റ്, ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിലിൽ 2024 ഓഗസ്റ്റ് 16 ദിവസങ്ങൾക്കിടയിൽ രാജ്യത്തുടനീളം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ 2000-ലധികം ആക്രമണങ്ങൾ നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാശ്ചാത്യ സംഘം ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഈ നടപടികളെ അപലപിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ വാക്കുകൾ സ്ഥിതിഗതികൾ കാര്യമായ ഒരു സ്വാധീനവും ചെലുത്തിയിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ദ എക്കണോമിസ്റ്റിന്റെ ബഹുമതി ബംഗ്ലാദേശിലെ യഥാർത്ഥ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സം വെക്കാനാണ് കാരണമാകുക. പാശ്ചാത്യ ഇതര രാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ പക്ഷാപാതപരമായി ഇടപെടുന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ കാപ്പട്യത്തെയാണ് ദ എക്കണോമിസ്റ്റിന്റെ നടപടിയിലൂടെ ഇപ്പോൾ ലോകം കണ്ടറിയുന്നത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി ഇവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഷെയ്ഖ് മുജീബുർ റഹ്മാനെ രാഷ്ട്രപിതാവ് പദവിയിൽ നിന്ന് മാറ്റി ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാർ എന്നായിരുന്നു ആ വാർത്ത. പുതിയ അധ്യയന വർഷത്തിലെ പാഠപുസ്തകങ്ങളിലാണ് ചരിത്രം മാറ്റി എഴുതിക്കൊണ്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അവാമി ലീഗിനെ അപ്രസക്തമാക്കുന്ന പുതിയ സർക്കാരിന്റെ നടപടികളുടെ തുടർച്ചയാണ് പാഠപുസ്തകങ്ങളിലെ മാറ്റത്തിൽ പ്രതിഫലിക്കുന്നതൊക്കെ. പ്രൈമറി, സെക്കൻഡറി ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ബംഗ ബന്ധു എന്നറിയപ്പെടുന്ന മുജീബുർ റഹ്മാനെ പരിപൂർണമായി ഒഴിവാക്കിയിരിക്കുന്നത്. രാഷ്ട്രപിതാവെന്ന മുജീബുർ റഹ്മാന്റെ വിശേഷണവും ഒഴിവാക്കി കഴിഞ്ഞു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് മേജർ സിയ ഉർ റഹ്മാനാണെന്നാണ് പുസ്തകങ്ങളിലുള്ളത്. 1971 മാർച്ച് 26 സിയാർ ഉർ റഹ്മാൻ ആദ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം മുജീബുർ റഹ്മാനു വേണ്ടി പ്രഖ്യാപനം ആവർത്തിച്ചു എന്നും പുതിയ പാഠപുസ്തകങ്ങൾ പറയുന്നു. എന്തായാലും ബംഗ്ലാദേശിന്റെ ഭൂതകാലത്തോടും ഭാവി കാലത്തോടും അനീതി കാണിക്കുന്ന വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ എഴുതുക. ഒപ്പം ഈ വിഷയം എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.